അള്ളാഹുവിനെ പരമേൽപ്പിക്കുക എന്ന് പറയുന്ന ഒരു ഗുണം, അതൊരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ വേണ്ട ഒരു സൽക്കർമ്മമാണ്. അള്ളാഹുവിനെ പരമേൽപ്പിക്കുക എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു സത്യവിശ്വാസിനിക്ക് അതിൽ നിന്നൊഴിഞ്ഞു മാറാൻ ഒരിക്കലും കഴിയില്ല. തവക്കൽ എന്ന് പറയുന്ന ഒരു പാഠം, ഒരു വലിയ സബ്ജക്ട് നമ്മൾ പഠിക്കണം. എന്താണ് തവക്കൽ? തവക്കൽ ചെയ്യുന്നതിലൂടെ, അള്ളാഹുവിനെ പരമേൽപ്പിക്കുന്നതിലൂടെ നമുക്ക് എന്ത് നേട്ടമാണ് ഉണ്ടാവുക? എന്റെ പ്രിയപ്പെട്ടവരെ, തവക്കലിനെ കുറിച്ച് നാം ചുരുക്കത്തിലൊന്ന് മനസ്സിലാക്കണം. ചുമ്മാതെ അള്ളാഹുവിനെ പരമേൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ പോലെ തവക്കലാക്കി തവക്കൽതു അലല്ലാഹ് നമ്മളൊക്കെ എപ്പോഴും പറയുന്ന ഒരു പ്രയോഗമാണ്. തവക്കൽതു അലല്ലാഹ് എന്ന് നമ്മൾ പറയാറുണ്ട്. സത്യത്തിൽ എന്താണ് തവക്കൽ എന്ന് പറഞ്ഞാൽ? എന്താ എന്റെ പ്രിയപ്പെട്ടവരെ, ദുനിയാവിന്റെയും പരലോകത്തിന്റെയും കാര്യങ്ങളിൽപ്പെട്ട നന്മകൾ കിട്ടാനും തിന്മകൾ തടുക്കുവാനും സത്യസന്ധമായി അള്ളാഹുവിനെ ആശ്രയിക്കലിനാണ് തവക്കൽ എന്ന് പറയുന്നത്. ദുനിയാവിൻ്റെതാണെങ്കിലും ആഖിറത്തിന്റെ കാര്യങ്ങളാണെങ്കിലും നീതിപരമായിട്ടുള്ള ഒരു ഇടപാടുകൾ നടത്താൻ അള്ളാഹുവിനെ പരമേൽപ്പിക്കുക, മറ്റൊരാളെയും അവലംബിക്കാത്ത വിധം അള്ളാഹുവിനെ കൊണ്ട് മാത്രം ഹൃദയവുമായിട്ട് അള്ളാഹുവുമായിട്ടൊരു ബന്ധമുണ്ടാക്കിയെടുക്കുക. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളിൽ പലർക്കും അതുണ്ടാകാറില്ല. മഹാൻ അതാണ് ഹദീസിന്റെ കിതാബുകളിൽ കാണാം, അള്ളാഹുവിനെ കൊണ്ട് മാത്രം ചില കാര്യങ്ങൾ ചെയ്യാൻ കഴിയുള്ളൂ. അള്ളാഹുവിനെ കൊണ്ട് അള്ളാഹല്ലേ എല്ലാം കാര്യം ചെയ്യാം. എന്റെ കാര്യങ്ങൾ അത് പടച്ചവനെ ഏൽപ്പിച്ചിട്ടുണ്ട്, ഞാൻ എന്തിനാ പേടിക്കാം? വീട്ടിലേക്ക് വീടിറങ്ങി പോകുമ്പോ പറയാ തവക്കൽതു അലല്ലാഹ്, അള്ളാഹനെ ഏൽപ്പിച്ചു. കടയാണെങ്കിൽ അത് അള്ളാഹനെ ഏൽപ്പിച്ചു. എല്ലാ കാര്യങ്ങളും അള്ളാഹുവിനെ പരമേൽപ്പിക്കുന്നവരാ ഞാനും നിങ്ങളും. തവക്കൽ അത് വെറുതെയല്ല, തവക്കൽതു അലല്ലാഹ്. ചില വണ്ടിയുടെ പേര് തന്നെ തവക്കൽ എന്നാണ്. ചില വണ്ടിയുടെ ഓട്ടോയുടെ ഒക്കെ പേരുകൾ തവക്കൽ എന്ന് പേരിടുന്നവരുണ്ട്. വെറുതെ പറഞ്ഞാൽ പോലെ തവക്കൽ എന്ന് പറഞ്ഞാൽ എന്താ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എടുത്തു നോക്ക്, 114 അധ്യായങ്ങൾ. ആ പരിശുദ്ധമായ ഖുർആനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ അള്ളാഹുവിൽ പരമേൽപ്പിക്കുന്ന സത്യവിശ്വാസികൾ, നിങ്ങൾ അള്ളാഹുവിനെ പരമേൽപ്പിക്കണം, നിങ്ങൾ തവക്കലേൽപ്പിക്കണമെന്ന് ഖുർആൻ ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഖുർആൻ ഒരുപാട് സ്ഥലങ്ങളിൽ ഒരു സത്യവിശ്വാസിയോട് പറയുന്നു, നീ നിന്റെ വിഷയങ്ങൾ അള്ളാഹുവിനെ ഏൽപ്പിക്ക്, അള്ളാഹുവിനെ പരമേൽപ്പിക്ക് എന്ന് പരിശുദ്ധമായ ഖുർആൻ നമ്മളോട് പറയുകയാണ്. വതവക്കൽ അലൽ ഹയ്യിൽ ലദീ ലാ യമൂത് വസബ്ബിഹു ബിഹംദി വകഫാ ബിഹി ബിദുനൂബി ഇബാദിഹി ഖബീറാ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എടുത്തു നോക്ക്. അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പറയുന്നു, വതവക്കൽ അലൽ ഹയ്യിൽ ലദീ ലാ യമൂത്, ഒരിക്കലും മരിക്കാതെ ജീവിച്ചിരിക്കുന്നവനിൽ നിങ്ങൾ പരമേൽപ്പിക്ക്. ഖുർആൻ വ്യക്തമായി പറയുകയാ, ഒരിക്കലും മരണമില്ലാത്ത ഒരാളുടെ കയ്യിൽ നിന്റെ കാര്യങ്ങൾ മുഴുവനും നീ പരമേൽപ്പിക്ക്. ഒരിക്കലും മരിക്കാത്തതാരാ? ഈ പ്രപഞ്ചത്തിൽ കടന്നു വന്ന സർവചരാചരങ്ങളും മരിക്കുമല്ലോ. എല്ലാരും മരിച്ചു പോകും, മരിക്കാത്ത ഒരാളുമില്ല. എല്ലാരും ഒരു ദിവസം ആ മരണത്തിന്റെ വേദന അനുഭവിക്കേണ്ടവരാണ്. ഈ ദുനിയാവിൽ പടച്ചവനെ ജീവിച്ചിരുന്നവർ എത്രയോ പേരെന്തിനാ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെ പോയല്ലോ. ഈ ലോകത്ത് കടന്നു വന്ന എല്ലാവരും എന്റെ പ്രിയപ്പെട്ടവരെ മരണപ്പെട്ടു പോകുന്നവരാ. അപ്പം മരണമില്ലാത്ത ഒരാൾ മാത്രമേ ഉള്ളൂ, അവനാണ് പടച്ച റബ്ബ്. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഇല്ല, ഒരാൾക്കുമില്ല അധികം ജീവിതമില്ല. അങ്ങനെ പാട്ടുകളൊക്കെ പാടാറുണ്ട്, നല്ല മനോഹരമായ പാട്ടുകൾ. എല്ലാവർക്കും ഉണ്ടൊരു വിളി, എല്ലാവർക്കും ഉണ്ടൊരു വിളി. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും ആ മരണത്തിന്റെ മുന്നിൽ തലതാഴ്ത്തേണ്ടവരാണ്. അതുകൊണ്ട് പരിശുദ്ധമായ ഖുർആൻ അവിടെ നിന്ന് പറയുകയാ, മരണമില്ലാത്തവന്റെ കയ്യിലാണ് നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ ഏൽപ്പിക്കേണ്ടത്. അവൻ ആരാ? പടച്ച റബ്ബാണ്. ഈ ലോകത്തിന്റെ അധിപനായ പടച്ച റബ്ബിന് മരണമില്ലല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, അവസാനമായിട്ട് ഈ ലോകത്ത് നിന്ന് യാത്ര പറയുന്നത് ആരാണ്? മലക്കുൽ മൗത്ത് അസ്റായീൽ.
ഈ ലോകത്തുള്ളവർ മുഴുവനും തകർന്നു തരിപ്പണമാവുകയാണ്. ഈ പ്രപഞ്ചത്തിലുള്ളവർ മുഴുവനും മരണപ്പെട്ടു പോവുകയാണ്. ഇനി അവസാനം ഈ പ്രപഞ്ചത്തിൽ അവശേഷിക്കുന്നത് രണ്ടുപേരാണ്. ഒന്നാമതാരാ? ഈ ലോകത്തിന്റെ അധിപനായ പടച്ചറപ്പാട്. രണ്ടാമതായിട്ട് അസ്റായിലാണ്. അല്ലാഹു ചോദിക്കുന്നു, അസ്റായിലേ ഇനി ആരാണ് പോകേണ്ടത്? പടച്ചവനെ, ഞാനാണ് തമ്പുരാന്. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹു മാത്രമാണ് ഈ പ്രപഞ്ചത്തിൽ അവശേഷിക്കുന്നത്. അതുകൊണ്ട് ഖുർആൻ പറയുകയാണ്, നിങ്ങൾ പരമേൽപ്പിക്കേണ്ടത് ആരെയെന്നറിയുമോ? വതവക്കൽ അലൽ ഹയ്യില്ലദീ ലാ യമൂത്ത്. ഒരിക്കലും മരണമില്ലാത്ത പടച്ചറപ്പിനെയാണ്. അല്ലാഹു ഒരിക്കലും മരണം ബാധിക്കാത്തവനാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ബാക്കിയുള്ളവരെല്ലാവരും മരിച്ചു പോകുമല്ലോ. ഈ മരിക്കുന്നവരെ പരമേൽപ്പിച്ചിട്ട് എന്താണ് ലഭിക്കുന്നത്? അതുകൊണ്ട് ഖുർആൻ എടുത്തു നോക്ക്. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ വഅലല്ലാഹി ഫല്യതവക്കലിൽ മുഅ്മിനൂൻ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, പ്രതാപിയും കാരുണ്യനിധിയുമായുള്ളവനിൽ നിങ്ങൾ അല്ലാഹുവിനാണ് പരമേൽപ്പിക്കേണ്ടത്. അവന് കരുണയുള്ളവനാണ്, അവന് കരുണാനിധിയാണ്. ആ പടച്ച റബ്ബിനെയാണ് നിങ്ങൾ പരമേൽപ്പിക്കേണ്ടത്. ഖുർആൻ മറ്റൊരു ഭാഗത്ത് പറയുകയാ, വമയ്യതവക്കൽ അലല്ലാഹ് ഫഇന്നല്ലാഹ അസീസുൻ ഹകീം. വല്ലവനും അല്ലാഹുവിന്റെ മേലെ പരമേൽപ്പിക്കുന്ന പക്ഷം തീർച്ചയായും അല്ലാഹു അവനുണ്ടല്ലോ, അല്ലാഹു പ്രതാപിയും യുക്തിമുക്തനുമാകുന്നു എന്ന് ഖുർആൻ ഇവിടുന്ന് പരിചയപ്പെടുത്തുകയാ. അല്ലാഹുവിനെയാണ് നമ്മൾ പരമേൽപ്പിക്കേണ്ടത്. എല്ലാ കാര്യങ്ങളും അല്ലാഹുവിന് പരമേൽപ്പിക്കുന്നതിന് വേണ്ടി ആളുകളോട് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് ഉണർത്തുകയാണ്. ഖുർആനിൽ മാത്രമല്ല മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട്, മുത്തുനബിയോട് പറഞ്ഞു കൊടുക്കുന്നു, നബിയേ അങ്ങയുടെ സമുദായത്തിനോട് പറയണം, ഖുൽ ഹസ്ബി അല്ലാഹ് അലൈഹി യതവക്കലുൽ മുതവക്കിലൂൻ. മുത്തുനബിയോട് പറഞ്ഞു കൊടുക്കുകയാണ്, പറയുക നബിയേ, എല്ലാവരോടും പറഞ്ഞു കൊടുക്കുക നബിയേ, എനിക്ക് അല്ലാഹു മതി, എനിക്ക് അല്ലാഹു മതി. ഖുൽ ഹസ്ബി അല്ലാഹ്, എനിക്ക് അല്ലാഹു മതി. അല്ലാഹുവിൽ പരമേൽപ്പിക്കുന്നവർ അവനെയാണ് പരമേൽപ്പിക്കപ്പെടേണ്ടത്. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടും അല്ലാഹു പറയുന്ന നബിയെ അവരോട് പറഞ്ഞു കൊടുക്ക്, എനിക്ക് അല്ലാഹ് മതി, എനിക്ക് അല്ലാഹ് മതി. എന്നോട് പരമേൽപ്പിക്കാൻ നിങ്ങൾ അവരോട് പറഞ്ഞു കൊടുക്കുന്ന മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എത്രയോ മഹത്തുക്കളുടെ ചരിത്രം നിങ്ങൾ എടുത്തു നോക്ക്. മഹാനായ ഗൗസുൽ അഹ്ലം മുഹീദ്ദീൻ ഷെയ്ഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകൾ തന്റെ മകൻ അബ്ദുൽ വഹാബിന് തന്റെ മരണത്തിന്റെ വേളയിൽ വസിയ്യത്ത് നൽകുമ്പോഴും അവിടുന്ന് പറഞ്ഞു കൊടുത്തു, നിന്റെ കാര്യങ്ങൾ നീ അല്ലാഹുവിനെ പരമേൽപ്പിക്ക്, നീ നിന്റെ കാര്യങ്ങൾ അല്ലാഹുവിനെ പരമേൽപ്പിക്ക്. സത്യവിശ്വാസികളുടെ ഗുണങ്ങൾ വിവരിക്കുമ്പോൾ അല്ലാഹു അവരുടെ ഗുണമായി കൊണ്ട് പറഞ്ഞിട്ടുള്ളതും, ഒരു സത്യവിശ്വാസിയുടെ ഗുണം അടയാളങ്ങൾ നല്ല ഗുണങ്ങളെ കുറിച്ച് അല്ലാഹ് പറഞ്ഞപ്പോ അല്ലാഹ് പറഞ്ഞത്, ആ ഗുണങ്ങൾ എണ്ണി പറഞ്ഞപ്പോ അല്ലാഹു തവക്കൽ ഏൽപ്പിച്ചവരെ കുറിച്ചാ പറഞ്ഞത്. നല്ല ഗുണങ്ങൾ, ഒരു സത്യവിശ്വാസിക്കുണ്ടാകേണ്ട ഗുണങ്ങൾ, ഒരു യഥാർത്ഥ വിശ്വാസിക്കുണ്ടാകേണ്ട ഗുണങ്ങൾ എന്താണെന്ന് അല്ലാഹ് ഖുർആനിലൂടെ പറയുമ്പോ അല്ലാഹ് അവിടെ എടുത്തു പറഞ്ഞിട്ടുണ്ടൊരു കാര്യം. പരിശുദ്ധമായ ഖുർആൻ നോക്ക്. ഇന്നമൽ മുഅ്മിനൂനല്ലദീന ഇദാ ദുകിറല്ലാഹ് വജിലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാനാ വഅലാ റബ്ബിഹിം യതവക്കലൂൻ. അല്ലാഹ് ഖുർആനിൽ
ഖുർആനിലൂടെ പറയുകയാ, ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുകിറല്ലാഹ്. ഒരു മുഅ്മിൻ ആരാണെന്ന് അല്ലാഹ് അടയാളം പറയാ. ഒരു യഥാർത്ഥ വിശ്വാസിയാരാ? താടിയിൽ തഴമ്പുള്ളവനല്ല. അള്ളാഹു പറയുന്ന ഒരു സത്യവിശ്വാസിയാരാ? യഥാർത്ഥത്തിൽ ഈമാനുള്ള, അള്ളാഹുവിന് ഭയമുള്ള ഒരു യഥാർത്ഥ സത്യവിശ്വാസിയുടെ അടയാളം പറഞ്ഞപ്പോൾ അല്ലാഹ് പറഞ്ഞെന്തെന്നറിയുമോ? അള്ളാഹു പറയുകയാണ്, വഅലാ റബ്ബിഹിം യതവക്കലൂൻ. ഖുർആൻ പറയാ, അവൻ അങ്ങനെ അവന്റെ മുന്നിൽ അള്ളാഹിനെ പറഞ്ഞ അവൻ പേടിക്കും, അള്ളാന്റെ പേര് പറഞ്ഞ പേടിക്കും, അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു കൊടുക്കുക അവൻ ഭയക്കും, കൈകാലുകൾ വിറയ്ക്കും, ഹൃദയം പിടയ്ക്കും, ചെയ്തു പോയ തെറ്റുകൾ അള്ളാഹുവിന്റെ മുന്നിൽ പറഞ്ഞു പശ്ചാത്തപിച്ച് അവൻ അള്ളാഹുവിലേക്ക് തവക്കലേൽപ്പിച്ചു മടങ്ങുമെന്ന് അള്ളാന്റെ വിശുദ്ധ ഖുർആൻ. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തവക്കൽ അതൊരു വലിയ പുണ്യമായ സൽക്കർമ്മമാണ് നമ്മുടെ ജീവിതത്തിൽ. പ്രത്യേകിച്ച് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം, ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മനുഷ്യൻ ചെയ്യാൻ അതാണ് തവക്കലേൽപ്പിക്കുക. തവക്കലേൽപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം അള്ളാഹിനെ ഏൽപ്പിച്ചിട്ട് വീടിനകത്ത് ഇരിക്കണമെന്നല്ല, മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. അല്ലാഹുവിനെ പരമേൽപ്പിക്കുക എന്ന് പറയുമ്പോൾ അപ്പൊ ഇനിയിപ്പോ എല്ലാ അള്ളാഹിനെ തവക്കൽത്തു അലല്ലാഹ്, ഭാര്യയെ നോക്കിക്കോണം, മക്കളെ നോക്കിക്കോണം, കട നോക്കിക്കോണം, എല്ലാം നോക്കിക്കോണം എന്ന് പറഞ്ഞിട്ട് വീടിന്റെ അകത്തിരിക്കണമെന്നല്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മനുഷ്യനോട് ഓരോ രംഗത്തും ചെയ്യാൻ കൽപ്പിച്ചത് അവൻ പരമാവധി, അവന്റെ കഴിവിന്റെ പരമാവധി അവൻ ചെയ്യണം. ഞാൻ ചെയ്യാനുള്ളതിന്റെ കഴിവിന്റെ പരമാവധി ചെയ്യുകയും അള്ളാഹുവിനോട് പ്രാർത്ഥനയും തവക്കലും ചെയ്യണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അള്ളാഹിനെ ഏൽപ്പിക്കണമെന്ന് പറഞ്ഞാൽ മാത്രം അള്ളാഹിനെ ഏൽപ്പിച്ചിട്ട് നിന്നാ പോരാ. നമ്മൾ ചെയ്യാനുള്ള അസുഖം വന്നു, ഉദാഹരണം പറഞ്ഞാൽ അസുഖം വന്നാൽ ആശുപത്രി പോണ്ടേ? പോണോ വേണ്ടേ? വേണ്ട, അള്ളാഹ് മാറ്റിത്തരും എന്ന് പറഞ്ഞിരിക്കുവോ? പറ മനുഷ്യന്മാരെ, എന്റെ അള്ളാഹ്ക്ക് മാറ്റിത്തരാൻ കഴിവില്ലേ? ചിലരുടെ ഈമാൻ അങ്ങനെ ഉണ്ടെങ്കിൽ അള്ളാഹ് മാറ്റിത്തരും. അള്ളാഹ്ക്ക് കഴിവുണ്ട്, നിനക്ക് പണം തരാൻ, നീ ജോലിക്ക് പോയില്ലെങ്കിലും പണം തരാൻ അള്ളാഹ്ക്ക് കഴിവുണ്ട്. നിന്റെ എത്ര വലിയ രോഗവും അവസാനം ഡോക്ടർ പറയുന്നത് താമ്പാതി ദൈവം പാതി എന്നല്ലേ പറയാം. അങ്ങനെ സത്യത്തിൽ അങ്ങനെ പറയാൻ പാടില്ല, എന്നെ പറയാൻ പാടില്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ചെയ്യാനുള്ളത് നമ്മുടെ കഴിവിന്റെ പരമാവധി ചെയ്യണം. എന്നിട്ട് വേണം അള്ളാഹിനെ, രണ്ടും വേണം, ദുആയും വേണം, നമ്മുടെ പ്രവർത്തനവും വേണം, അള്ളാഹുവിനെ പരമേൽപ്പിക്കണം. അല്ലാതെ ചുമ്മാതെ ഇപ്പോ അസുഖം വന്നാൽ ആശുപത്രി പോകണം, മരുന്ന് വാങ്ങണം, കഴിക്കണം, ദുആ ചെയ്യണം. അതാ ചിലരാണെങ്കിൽ, ഞാൻ ഇപ്പോൾ 2 ദിവസം മുമ്പ് എൻ്റെ ഉമ്മാടുത്ത് അസുഖം വന്നാൽ ആശുപത്രി പോകണം, വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. വൈഫിന്റെ ഉമ്മയാണെങ്കിൽ എത്ര അസുഖം ഉണ്ടെങ്കിലും ഹോസ്പിറ്റലിൽ പോകാൻ പറഞ്ഞാൽ പോകില്ല. വേണ്ട വേണ്ട വേണ്ട, അള്ളാഹ് തീരുമാനിച്ച പോലെ ഇങ്ങനെ പറയും. അപ്പൊ ഞാൻ പറയും, ചരിത്രത്തിൽ കാണാം, ഒരിക്കൽ മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം, മൂസാ നബി അലൈഹിസ്സലാം ഒരിക്കൽ എന്ന് ചരിത്രം പറയുന്നു, പനി വന്നപ്പോ അള്ളാഹുവിനോട് പറഞ്ഞു, പടച്ചവനെ, പനി എന്ന് പറഞ്ഞാൽ എന്തോ ഒരു വല്ലാത്ത ഇന്നത്തെ പനി പോലെ രോഗം വന്നു. മൂസാ നബി അലൈഹിസ്സലാം ഇങ്ങനെ പടച്ചോട്, അള്ളാഹ് വലിയ എനിക്ക് സുഖമില്ല. മൂസ ആ കാണുന്ന മരത്തിൽ പോയി ഇല പറിച്ച് കഴിക്കാൻ പറഞ്ഞു. മൂസാ നബി അലൈഹിസ്സലാം അവിടെ പോയിട്ട് ബിസ്മി പറഞ്ഞിട്ട് ഇല പറിച്ച് കഴിച്ചു, പനി മാറി. അള്ളാഹ്ക്ക് എന്താ നേരിട്ടങ്ങ് മാറ്റി കൊടുത്തൂടെ? അവിടെ എന്താ പറഞ്ഞു, ആ കാണുന്ന മരത്തിൽ പോയിട്ട് ഇല പറിച്ച് കഴിക്കാൻ. മൂസാ നബി അലൈഹിസ്സലാം അവിടെ പോയി മരുന്ന് കഴിച്ചു, രോഗം മാറി. പിന്നീട് ഒരിക്കൽ പനി വന്നു, പിന്നീട് ഒരിക്കൽ രോഗം വന്നപ്പോ നേരെ അള്ളാഹ് പറഞ്ഞില്ല, ആ മരമില്ല കാണിച്ചു കൊടുത്തേ. മൂസാ നബി അലൈഹിസ്സലാം നേരെ അവിടെ പോയിട്ട് ആ മരത്തിൽ നിന്ന് ഇല പറിച്ചിട്ട് തിന്ന് പനിയങ്ങ് കൂടി. ഇതിനകത്ത് പഠിക്കാൻ 2 പാഠങ്ങളുണ്ട്. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ പൊന്നാര ചങ്ങാതിമാരെ, ആദ്യം അള്ളാഹ് പറഞ്ഞത് അതിൽ നിന്ന് കഴിക്കാൻ പറഞ്ഞു കൊടുത്തു, കഴിച്ചു, മാറി. രണ്ടാമത് ഡോക്ടറോട് ചോദിക്കാതെ പോയി മരുന്നെടുത്ത് കഴിച്ചു. അതാ ഇപ്പൊ കൊറോണ വന്നപ്പോ പലരും സ്വന്തം ചികിത്സിച്ചു. ഇപ്പൊ ന്യൂമോണിയ പിടിച്ചകത്ത് കിടക്കാം. സ്വന്തം ചികിത്സ, ഡോക്ടറോട് അറിവുള്ളവർ അങ്ങനല്ലേ? അതിൽ നിന്ന് തന്നെയാണ്, ഒരേ മരത്തിൽ നിന്നാണ് ഇല തിന്നത്. പക്ഷേ എന്റെ പ്രിയപ്പെട്ടവരെ, ചോദിക്കണം, ചോദിച്ചറിഞ്ഞ് സ്വന്തം ചികിത്സ നടത്തിയിട്ട് പെട്ടുപോകുന്നവരാ നമ്മളിൽ പലരും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരിക്കലും മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ ഒരാൾ തന്റെ ഒട്ടകത്തിൽ നിന്നിറങ്ങി, അതിനുശേഷം അതിനെ അഴിച്ചുവിടാൻ ഉദ്ദേശിച്ചുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചു, ഞാൻ ഇതിനെ കെട്ടിയിട്ടിട്ട് തവക്കൽ ഏൽപ്പിക്കണോ, കെട്ടിയിടാതെ ഏൽപ്പിക്കണോ? നിങ്ങൾ ചിന്തിക്ക്, ഒട്ടകത്തിൽ യാത്ര ചെയ്തു വന്ന ഒരു മനുഷ്യൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒട്ടകത്തിന്റെ മുകളിൽ നിന്ന് താഴെ ഇറങ്ങിയിട്ട് ചോദിക്കുക, ഇതിനെ
ഇതിനെ അഴിച്ചു വിട്ടിട്ട് തവക്കൽതു അലല്ലാഹ് പറയണോ, കെട്ടിയിട്ട് പറയണോ? അല്ലാഹ് ഈമാൻ തരുമാറാകട്ടെ. എന്ത് പറയണം? എടാ ഉളുഹിയ അറക്കാൻ നല്ലൊരു പോത്തിനെ കൊണ്ടുവന്നിട്ട് തവക്കൽതു അലല്ലാഹ്, അല്ലാഹിക്കുള്ളതല്ലേ എന്ന് പറഞ്ഞ് പള്ളിപ്പറമ്പിൽ ഇറക്കി വിട്ടിട്ട്, കെട്ടാതെ ഇറക്കി വിട്ടിട്ട് നടക്കണോ, എവിടെങ്കിലും കെട്ടിയിട്ടിട്ട് ഇറങ്ങണം? എന്താ വേണ്ടേ? എന്താ ശൗക്കണ്ണ? ഒരു പോത്തിന് അല്ലാഹിക്ക് വേണ്ടിയല്ലേ ഇറക്കാൻ കൊണ്ടുവന്ന്? അള്ളാഹുടെ വീട്ടിലല്ലേ കൊണ്ടുവന്ന്? ഈ പള്ളിക്കകത്ത് കൊണ്ടുവന്നിട്ട് ഒരു പോത്തിനെ കൊണ്ടുവന്നിട്ട് തവക്കൽതു അലല്ലാഹ് ഗേറ്റിന്ന് കയറ്റി വിട്ടിട്ട് പോവാ. എന്ത് ചെയ്യണം? അതിനെ കെട്ടിയിട്ടിട്ട് തവക്കൽതു അലല്ലാഹ് എന്ന് പറയണോ, കെട്ടാതെ പറയണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു, നീ അതിനെ അഴിച്ചു വിടുകയില്ല. നബി പറഞ്ഞു, ആദ്യം ഒട്ടകത്തെ കെട്ടുക, പിന്നെ തവക്കൽ ഏൽപ്പിക്കുക എന്ന് നബിയിന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. പ്രവാചകന്മാർ അവരുടെ ജീവിതത്തിൽ എല്ലാ രംഗത്തും അല്ലാഹുവിനെ പരമേൽപ്പിക്കുന്ന പ്രവാചകന്മാരങ്ങനെ. ലോകത്ത് കടന്നു വന്ന സർവ്വ പ്രവാചകന്മാരും അവരുടെ കാര്യങ്ങൾ അവർ അല്ലാഹുവിനെ ഏൽപ്പിക്കുന്നവരായിരുന്നു. നിങ്ങൾ പരിശുദ്ധമായ ഖുർആൻ എടുത്തു നോക്കൂ. വമാലനാ അല്ലാ നതവക്കല അലല്ലാഹ് വഖദ് ഹദാനാ സുബുലനാ. അല്ലാഹു ഞങ്ങളുടെ വഴികളിൽ ചേർത്ത് തന്നിരിക്കുന്നു. അവന്റെ മേൽ പരമേൽപ്പിക്കണം. അല്ലാഹുവിന്റെ പ്രവാചകന്മാരെങ്ങനായിരുന്നു? അവരുടെ കാര്യങ്ങൾ അവർ അല്ലാഹുവിനെ പരമേൽപ്പിക്കുമായിരുന്നു. അതുകൊണ്ട് അവർക്ക് യാതൊരു ഭയവുമില്ലായിരുന്നു, അവർക്ക് യാതൊരു പേടിയുമില്ലായിരുന്നു. ഓരോ പ്രവാചകന്മാരുടെ ചരിത്രം എടുത്തു നോക്ക്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, എന്റെ പ്രിയപ്പെട്ടവരെ, നബിയേ, നീ അവർക്ക് റൂഹിനെ പറ്റിയുള്ള വിവരം ഓതി കൊടുക്കണം. അവിടെയും പരിശുദ്ധമായ ഖുർആൻ നമ്മളോട് പരിചയപ്പെടുത്തുകയാണ്. പ്രവാചകന്മാർ അവരവരുടെ കാര്യങ്ങൾ അല്ലാഹുവിനെ പരമേൽപ്പിക്കുന്നവരായിരുന്നു. എന്തിനാ മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം ഫിർഔനിൽ നിന്ന് രക്ഷപ്പെട്ട മൂസാ നബിയും അനുയായികളും ചെങ്കടലിന്റെ അടുത്തെത്തിയ സന്ദർഭം വിശുദ്ധമായ ഖുർആൻ വിവരിക്കുകയാണ്. മുമ്പിലാണെങ്കിൽ പടച്ചവനെ കടല് കാണുകയാണ്. ചെങ്കടലിന് മുമ്പില് ഒരു സ്റ്റെപ്പ് വെച്ചാൽ കടലിന്റെ അകത്തേക്ക് ഇറങ്ങുകയാണ്. മൂസാ നബി തിരിഞ്ഞു നോക്കുമ്പോ ഫിർഔനും തന്റെ സൈന്യവും ആയുധവും പിടിച്ചുകൊണ്ട് വരികയാണ്. ചിന്തിക്കേണ്ടത് അവിടെയാണ്. മൂസാ നബി അലൈഹിസ്സലാമും തന്റെ അനുയായികളും മുന്നിൽ നോക്കിയപ്പോ ചെങ്കടല്, പുറകിലേക്ക് നോക്കുമ്പോ ഫിർഔനും സൈന്യവും നിൽക്കുകയാണ്. ആ സമയത്ത് ഉറപ്പായും അവര് പറഞ്ഞു, നമ്മൾ പിടിക്കപ്പെടും. മൂസാ നബിയുടെ അനുയായികൾ പറഞ്ഞപ്പോൾ നമ്മളെ പിടിക്കപ്പെടുമെന്ന് മൂസാ നബിയുടെ കൂടെയുള്ളവര് പറയുകയാണ്. ആ സമയത്താണ് പറഞ്ഞത്, മൂസാ നബി പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? എന്റെ രക്ഷിതാവ് അവൻ എനിക്ക് വഴി കാണിച്ചു തരും, നിങ്ങളെ ഭയപ്പെടണ്ട, എന്റെ റബ്ബ് തന്നെ എനിക്കൊരു വഴി കാണിച്ചു തരും. ഫലമ്മാ തറൽ ജംആനി ഖാല അസ്ഹാബു മൂസാ ഇന്നാ ലമുദ്റകൂൻ ഖാല കല്ലാ ഇന്ന മഈ റബ്ബീ സയഹ്ദീൻ. തന്റെ കണ്ണിന്റെ മുന്നിൽ ചെങ്കടലാണ്. തിരിഞ്ഞു നോക്കിയാൽ ഫിർഔനും അനുയായികളുമാണ്. മൂസാ നബിയുടെ അനുയായികൾ മുഴുവനും പേടിച്ചു വിറച്ചുകൊണ്ട് പറഞ്ഞു, പിടിക്കപ്പെട്ടു, ഇനി രക്ഷയില്ല. ആ സമയത്താണ് മൂസാ നബി പറഞ്ഞത്, ഇന്ന മഅയ റബ്ബീ, എന്റെ റബ്ബന്റെ കൂടെയുണ്ടല്ലോ, അല്ലാഹ് എനിക്കൊരു വഴി കാണിച്ചു തരും. എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് ചരിത്രമറിയാം. അല്ലാഹു മൂസാ നബിയുടെ മുന്നിൽ ഒരു വഴി കാണിച്ചു കൊടുത്തല്ലോ. തന്റെ കയ്യിലിരുന്ന വടി കൊണ്ട് കടലതാ അതാ താടി തിമിർത്തു വരുന്ന കടലിന്റെ തിരമാലകളുടെ മുകളിലേക്ക് തന്റെ കയ്യിലിരിക്കുന്ന കമ്പ് കൊണ്ടടിച്ചിട്ട് അതാ തിരമാലകൾക്ക് ഇടയിലൂടെ മൂസാ നബിയും അനുയായികളും നടന്നുപോയ ചരിത്രം നമ്മൾ പഠിച്ചവരാ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇവർ മഹാനായ മൂസാ നബിയുടെ ചരിത്രമാണ് പറയുന്നത്. എന്തിന്? ഒരു മകന് പിന്നെ മറ്റൊരു മകനെയും നഷ്ടപ്പെടുമ്പോൾ യാക്കൂബ് നബി അലൈഹിസ്സലാം, യാക്കൂബ് നബിയുടെ ചരിത്രം എടുത്തു നോക്ക്. പടച്ചവനെ യൂസുഫ് എന്ന് പറയുന്ന വല്ലാതെ സ്നേഹിച്ച, ഉപ്പയ്ക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുണ്ടായിരുന്ന യൂസുഫ് എന്ന പൊന്നുമോൻ, ആ പൊന്നുമോനെ വല്ലാത്ത ഇഷ്ടമായിരുന്നു. ചെറിയ പ്രായത്തിലെ മകനെ നഷ്ടപ്പെട്ടു. ആ
നഷ്ടപ്പെട്ട യാക്കൂബ് നബി അലൈഹിസ്സലാം ബിന്യാമീൻ എന്ന് പറയുന്ന പൊന്നുമോനെ കൂടെ നഷ്ടപ്പെടുത്താൻ, തന്റെ രണ്ടാമത്തെ മകനെയും നഷ്ടപ്പെടുത്താൻ കഴിയാതെ വന്നപ്പോ അവിടുന്ന് തന്റെ മക്കളെ യൂസുഫ് എന്ന് പറയുന്ന ഈജിപ്തിന്റെ ഭരണാധികാരിയുടെ കൊട്ടാരത്തിലേക്ക് കടന്നു ചെല്ലുന്ന രംഗത്തില് അവിടുന്ന് യാക്കൂബ് നബി പറഞ്ഞു കൊടുത്തു, മക്കളെ എല്ലാരും ഒരു വാതിലിലൂടെ കടന്നു പോകല്ലേ, എല്ലാരും ഒരു വാതിലിലൂടെ കടന്നു പോകല്ലേ. അവിടുന്ന് പടച്ചവനെ അല്ലാഹുവിനെ പരമേൽപ്പിക്കണമെന്ന് യാക്കൂബ് നബി അലൈഹിസ്സലാം തന്റെ പ്രിയപ്പെട്ട മക്കളോട് പറഞ്ഞു കൊടുത്തെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പരിചയപ്പെടുത്തുമ്പോ എന്തിനാ പ്രവാചകന്മാരുടെ കഥ പറയുന്നത്? മഹാനായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ മദീനത്ത് ചെല്ലുമ്പോ മസ്ജിദുൻ നബവിയുടെ ചാരത്ത് പച്ചക്കുപ്പയുടെ മടിത്തട്ടിൽ കിടന്നുറങ്ങുന്ന മുത്തുനബി മുഹമ്മദ് മുസ്തഫ ചാരത്ത് കിടക്കുന്ന മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു രണ്ടുപേരും കൂടെ ഹിജ്റ പോകുന്നതിനായി അവിടെ നിന്ന് പുറപ്പെട്ട ചരിത്രം അറിയുമല്ലോ. മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോകുമ്പോൾ സൗർ എന്ന് പറയുന്ന മലയിലെ ഗുഹയ്ക്കകത്ത് പോയി ഒളിച്ചിരുന്ന സന്ദർഭം മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു രണ്ടുപേരും ഒരു ഗുഹയ്ക്കകത്ത് പതുങ്ങിയിരിക്കുകയാ. 3 സ്വലാത്ത്. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഇവര് രണ്ടുപേരും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇവര് രണ്ടുപേരും ഗുഹയ്ക്കകത്ത് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ശത്രുക്കൾ കടന്നു വരുന്നത്. അതൊക്കെ വല്ലാത്ത ചരിത്രമാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ചരിത്രം പറയുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു രണ്ടുപേർക്കും വിശക്കുന്നു. അപ്പൊ ഇങ്ങനെ നോക്കുമ്പോ കുറച്ച് ആട്ടുംകൂട്ടങ്ങളെ കണ്ടു. അപ്പൊ ചോദിച്ചു, പാലുണ്ടോ? ചെറിയ ഒരു ആട്ടുംകുട്ടി നിൽപ്പുണ്ട്. ചെറിയ ഒരു ആടിന്റെ ചെറിയൊരു കുട്ടി നിൽക്കുന്നുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, അതിന്റെ അകട്ടിൽ നിന്ന് പാല് കറന്നു എന്ന് ചരിത്രം പഠിപ്പിക്കുകയാണ്. ഒരുപാട് അല്ലാഹുവിന്റെ സഹായങ്ങൾ കിട്ടി. നാം മനസ്സിലാക്കേണ്ടത്, അങ്ങനെ പ്രവാചകനും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല ഗുഹയ്ക്കകത്തിരിക്കുമ്പോഴാ വാളും പിടിച്ചുകൊണ്ട് ശത്രു മുകളിൽ നിൽക്കുക. വെട്ടം താഴെ കാണാം. അബൂബക്കർ തങ്ങൾ നിന്നിട്ട് വിറയ്ക്കാൻ തുടങ്ങി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു നിന്ന് വിറയ്ക്കുകയാണ്. ആ വിറയ്ക്കുന്ന സമയത്താണ് അല്ലാഹുവേ പടച്ചവനെ ഈ ഭയപ്പെടുന്നത് കണ്ടപ്പോൾ നബി തങ്ങൾ ചോദിച്ചു, എന്തിനാ അബൂബക്കർ, നീ എന്തിനാ ഭയപ്പെടുന്നത്? നബിയെ, അവരുടെ കയ്യിലിരിക്കുന്ന വാളിന്റെ വെളിച്ചം ഈ ഗുഹയ്ക്കകത്തടിക്കുന്നു. അവരെങ്ങാനും കാലിലേക്കൊന്ന് നോക്കിയാ നമ്മളെ പിടിക്കൂലേ? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇദ്ഹുമാ ഫിൽ ഗാർ ഇദ് യഖൂലു ലിസാഹിബി ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ. ഞാനും നിങ്ങളും പഠിക്കേണ്ട ഒരു പാഠമാണ്. അല്ലാഹുവിന്റെ റസൂൽ തന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനായ അബൂബക്കർ തങ്ങളോട് പറയുകയാ, നബിയേ, അവരൊന്ന് താഴേക്ക് നോക്കിയാ നമ്മളെ പിടിക്കുമല്ലോ, അവര് നമ്മളെ വധിക്കുമല്ലോ. ഇല്ല അബൂബക്കറേ, ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ. നമ്മള് രണ്ടുപേരുടെ കൂടെ ഒരാൾ കൂടെ ഉണ്ടല്ലോ. ഈ ലോകത്തിന്റെ അധിപനായ പടച്ച റബ്ബ്, ഈ പ്രപഞ്ചത്തിന്റെ അധിപനായ അല്ലാഹ് നമ്മുടെ കൂടെ ഉണ്ടല്ലോ. എന്തിനാ പേടിക്കുന്നത്? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം അല്ലാഹ് ആരാണെന്ന്. നിന്റെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്ക്. എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളോട് പറയുകയാണ്, ആദ്യമായിട്ട് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് അല്ലാഹനെ കുറിച്ചാ. എന്റെയും നിങ്ങൾക്കിടയും മക്കൾക്ക് അല്ലാഹ് ആരാണെന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല.
അല്ലാഹു ആരാണെന്ന് മക്കൾക്ക് മനസ്സിലാക്കി കൊടുക്ക്. അത് മനസ്സിലാകാത്തത് കൊണ്ടാണ് പടച്ചവനെ സൈക്കിൾ വാങ്ങിക്കൊടുക്കാത്തതിന്റെ പേരില്, മൊബൈൽ വാങ്ങിക്കൊടുക്കാത്തതിന്റെ പേരില്, പ്രേമിച്ചവനെ കിട്ടാത്തതിന്റെ പേരില്, പരീക്ഷയിൽ തോറ്റുപോയതിന്റെ പേരില് എന്റെയും നിങ്ങളുടെയും മക്കളൊക്കെ മുസ്ലിം സമുദായത്തിലെ മക്കള് ആത്മഹത്യ ചെയ്യാനുള്ള കാരണം അല്ലാഹ് ആരാണെന്ന് അവർക്കറിയാത്തത് കൊണ്ടാ. അല്ലാഹ് ആരാണെന്ന് അറിയാത്തത് കൊണ്ടാണ് ഈ ആത്മഹത്യ വല്ലാതെ വർദ്ധിക്കുന്നത്. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ, അല്ലാഹ് കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഒരു വാപ്പയ്ക്ക് തന്റെ മക്കൾക്ക് ആദ്യം പഠിപ്പിച്ചു കൊടുക്കേണ്ടത് ആരെ കുറിച്ചാ പറയടോ? ആരെ കുറിച്ചാ? ഒരു മാതാപിതാക്കള് മക്കൾക്ക് ആദ്യമായിട്ട് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് ആരെ കുറിച്ചാ? വെടി കൊണ്ടതുപോലെ ഇരിക്കാതെ പറ. ആരെ കുറിച്ചാ? അംബാനിയെ കുറിച്ചാ? മോഡി സാറിനെ കുറിച്ചാ? അള്ളാഹിനെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കണം. അള്ളാഹ് ആരാ? അള്ളാന്ന് പറഞ്ഞാൽ ആരാ? നിങ്ങൾ ചരിത്രം എടുത്തു നോക്ക് സഹോദര. അള്ളാഹ് ആരാണെന്ന് നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണം. യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം എടുത്തു നോക്ക്. യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ പൊന്നാര മകനായ യൂസുഫ് നബി അലൈഹിസ്സലാം. ഈ യൂസുഫ് നബി അള്ളാഹ് എവിടെ ഇരിക്കുന്നറിയോ? ഏറ്റവും കൂടുതൽ ഈ ചെവിയുടെ കണ്ണിന്റെ നരമ്പിനെക്കാളും അള്ളാഹ് നമ്മുടെ കൂടെ ഉണ്ടെന്ന്, അത്രയും അടുത്തുണ്ടെന്ന് അള്ളാഹ്. അത്രയും അടുത്ത് റബ്ബ് നമ്മുടെ കൂടെയുണ്ട്. എന്തിനാ നമ്മൾ പേടിക്കണം? എടാ മക്കളോട് പറഞ്ഞു കൊടുക്കണം, 10ാം ക്ലാസ്സിൽ തോക്കട്ടടാ, അടുത്ത വർഷം ജയിക്കാം. ജോലി കിട്ടിയില്ലെങ്കിൽ പോട്ടടാ, ഇനി കിട്ടും. നമ്മുടെ മക്കൾക്ക് നമ്മൾ ധൈര്യം കൊടുക്കണം. അല്ലാഹ് ഉണ്ടല്ലോ, പടച്ച റബ്ബ് നമ്മുടെ കൂടെയുണ്ടല്ലോ. ചെറുപ്രായം മുതലേ അള്ളാഹുവിനെ കുറിച്ച് മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം. നിങ്ങൾ യാക്കൂബ് നബി അലൈഹിസ്സലാം, യൂസുഫ് നബി അലൈഹിസ്സലാം എന്ന് പറയുന്ന യാക്കൂബ് നബിയുടെ മകൻ, ആ മകൻ ചെറിയ കുട്ടിയാ. ഈ ചെറിയ കുട്ടിയായ മകനെ സഹോദരങ്ങൾ എല്ലാവരും കൂടെ ചരിത്രം പറയുന്നു ഫുട്ബോൾ തട്ടണ പോലെ തട്ടിയനാ. നീ ഒറ്റ ഒരുത്തൻ കാരണം വാപ്പാടെ സ്നേഹം ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടത് എന്ന് പറഞ്ഞിട്ട് കാക്കാമാരെല്ലാരും കൂടെ ചവിട്ടി കൂട്ടി പൊട്ടക്കിണറ്റി കൊണ്ടുപോയി തെള്ളിയിട്ട് കൊല്ലാൻ. പൊട്ടക്കിണറ്റിൽ കൊണ്ടുപോയിട്ട് കിണറ്റിന്റെ മുകളിൽ നിന്ന് താഴേക്ക് വലിച്ചെറിഞ്ഞു. ചരിത്രം പറയാ, കല്ലെടുത്തിട്ട് തലയിലിടാൻ പോയപ്പോ ആരോ തടഞ്ഞു. എത്ര ബിന്യാമീനാന്ന് ആരോ പറഞ്ഞു വേണ്ടാന്ന്. മരിച്ചുപോയിട്ടുണ്ടാകും, സൗണ്ട് കേൾക്കണില്ല. നമ്മൾ ചരിത്രം പഠിപ്പിക്കേണ്ടത് യൂസുഫ് നബി അലൈഹിസ്സലാം എന്ന് പറയുന്ന ആ ചെറിയ കുട്ടി പ്രവാചകനായിട്ടില്ലല്ലോ. അന്ന് ആ പൊട്ടക്കിണറ്റിലേക്ക് ഇങ്ങനെ താഴുന്ന സമയത്ത് ഒരൊറ്റ വിളി വിളിച്ചു, അള്ളാനെ വിളിച്ചു അത്രേ. അള്ളാഹിനോട് പറയാ, ആ പൊട്ടക്കിണറ്റിലേക്ക് താഴുന്ന സമയം ജിബ്രീൽ അലൈഹിസ്സലാം ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, എന്റെ ജീവിതത്തിൽ 3 പ്രാവശ്യം എനിക്ക് വലിയ പ്രയാസം അനുഭവപ്പെട്ടു. എന്തേന്ന് ചോദിച്ചപ്പോ അവിടെ നിന്ന് പറഞ്ഞു, യൂസുഫ് നബിയെ കിണറ്റിലേക്ക് വലിച്ചെറിഞ്ഞപ്പോ യൂസുഫ് നബി ഒരൊറ്റ വിളി വിളിച്ചു, എനിക്ക് നീയല്ലാതെ ആരുമില്ല പടച്ചവനെ, എന്നെ നീ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. കിണറ്റിലേക്ക് വലിച്ചെറിയുമ്പോഴാണ്, താഴ്ന്നുകൊണ്ടിരിക്കുമ്പോഴാണ് അള്ളാനെ വിളിക്കണേ. ആ സമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാം അള്ളാഹുവിന്റെ അർശിന്റെ ഭാഗത്ത് നിൽക്കുക. അള്ളാഹ് വിളിച്ചു, ജിബ്രീലെ, താഴെ വീഴുന്നതിന് മുമ്പ് നീ പോയി രക്ഷപ്പെടുത്തണം. 7 ആകാശവും കടന്ന് സിദ്റത്തുൽ മുന്തഹയും കഴിഞ്ഞ് അങ്ങ് അള്ളാന്റെ അർശ്. ആ അള്ളാഹുവിന്റെ അർശിന്റെ ഭാഗത്ത് നിന്ന് യൂസുഫ് നബി കിണറ്റിന്റെ താഴെ പോയി വീഴുന്നതിന് മുമ്പ് ആ കിണറിന്റെ അകത്തെത്താൻ ഞാൻ വല്ലാതെ പ്രയാസപ്പെട്ടു എന്ന് മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഒരൊറ്റ വിളി. ആ ചെറിയ മകനായ യൂസുഫ് നബി അലൈഹിസ്സലാം പറഞ്ഞു, എനിക്ക് നീയല്ലാതെ ആരുമില്ല, അല്ലാഹ് എന്നെ കൈവിടല്ലേ പടച്ചവനെ. ജിബ്രീൽ അലൈഹിസ്സലാം ഇങ്ങനെ കയ്യിൽ കോരിയെടുത്ത് നനഞ്ഞ പാറയുടെ സൈഡിൽ വെച്ചിട്ട് പറഞ്ഞു, മോനെ പേടിക്കണ്ട, അല്ലാഹുണ്ട്. ഈ യൂസുഫ് എന്ന് പറയുന്ന ഈ ചെറിയ കുട്ടിക്ക് അല്ലാഹ് ഉണ്ടെന്ന് പഠിപ്പിച്ചു കൊടുത്തതാരാ? വാപ്പ യാക്കൂബ് നബി അലൈഹിസ്സലാം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ആ കുട്ടി കിണറ്റിലേക്ക് വീഴുമ്പോ അല്ലാഹനെ വിളിക്കാൻ പഠിപ്പിച്ചു കൊടുത്താരാ? വാപ്പ. നമ്മൾ എന്താ പഠിപ്പിക്കണേ? നമ്മുടെ മക്കൾ വിചാരിക്കുന്നത് എവിടെങ്കിലും വീഴുമ്പോ എന്താപ്പ സ്പൈഡർമാനാ നിക്കറിട്ടുണ്ട് വരുന്ന ഒരുത്തനുണ്ടല്ലോ, എന്താണ് അവന്റെ പേര്? കുട്ടികൾക്ക് കാണുന്ന ഉണ്ടല്ലോ, നിക്കറകത്തൂടെ വലിച്ചേറ്റിട്ട് വേറൊരുത്തനും കൂടെ ഉണ്ടല്ലോ, വേറൊരാളും കൂടെ ഉണ്ടല്ലോ, ഹനുമാൻ.
നമ്മുടെ മക്കൾ ഈ മൊബൈലിൽ ഗെയിം കണ്ട് ഞാൻ എൻ്റെ മകൻ എന്നോട് ഇടയ്ക്ക് പറഞ്ഞു, അപ്പൊ ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നുമോനെ ഇതൊക്കെ കള്ളവാ. കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് മായാവി വിളിക്കണ പോലെ കൊച്ചുകുട്ടികൾ ഓങ്കരി മായാവി വിളിക്കുമ്പോൾ മായാവി രക്ഷപ്പെടുത്ത കുട്ടികളുടെ മനസ്സിലതാ. എൻ്റെ പ്രിയപ്പെട്ടവർ, ഇങ്ങനെ എത്രയോ സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. അപ്പൊ നമ്മുടെ മക്കൾക്ക് നമ്മൾ ഇതൊക്കെയാ പഠിപ്പിച്ചു കൊടുക്കണേ. നമ്മുടെ മക്കളുടെ മനസ്സിന്റെ ഉള്ളിലതാ. പക്ഷേ യാക്കൂബ് നബി തന്റെ മകനോട് ചെറുപ്പത്തിലെ പറഞ്ഞ അല്ലാഹ് ഉണ്ടടാ, പേടിക്കണ്ട. നമ്മൾ മനസ്സിലാക്കണം, ആ ചെറിയ കുട്ടി ഒരൊറ്റ വിളി വിളിച്ചപ്പോ 7 ആകാശവും കടന്ന് അല്ലാഹുവിന്റെ അർശിന്റെ ഭാഗത്ത് നിന്ന് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നിട്ട് കയ്യിൽ ഇങ്ങനെ കോരിയെടുത്തിട്ട് ഉപദേശിച്ചു കൊടുത്തു, പേടിക്കണ്ട, അല്ലാഹ് ഉണ്ടെന്ന്. അല്ലാഹ് നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് അല്ലാഹ് ആരാണെന്ന് പഠിപ്പിച്ചു കൊടുക്കണം. അല്ലാഹ് എന്ന് പറഞ്ഞ ഈ റോഡിന്റെ സൈഡിൽ കണ്ടിട്ടില്ലേ ചില ദൈവങ്ങൾ നിൽക്കണ, കണ്ടാ പേടി തോന്നുന്നു. അതല്ല, പഠിപ്പിച്ചു കൊടുക്കണതൊന്നുമല്ല. അല്ലാഹ് ഗഫൂറ, അല്ലാഹ് റഹീമ, അല്ലാഹ് കരുണയുള്ളവനാ, അല്ലാഹു സ്നേഹമുള്ളവനാ. അല്ലാഹനെ കുറിച്ച് മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്ക്. ഇതാണ് മാതാപിതാക്കളുടെ ഒന്നാമത്തെ കടമ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹ് നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അല്ലാഹുവിനെ പരമേൽപ്പിക്കണം. തഖ്വ അല്ലാഹുവിനെ തവക്കലേൽപ്പിക്കണം. എന്താ പ്രതിഫലം? ഇനി കേക്ക്, ഉറങ്ങല്ലേ. അല്ലാഹുവിനെ പരമേൽപ്പിക്കുക. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജീവിതത്തിലുടനീളം അല്ലാഹുവിനെ പരമേൽപ്പിക്കുന്നവർക്ക് ധാരാളം പ്രതിഫലം ലഭിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് എന്ന് പറഞ്ഞ് അല്ലാഹനെ എല്ലാ കാര്യവും പരമേൽപ്പിക്കുന്നവർക്ക് അല്ലാഹു ചില പ്രതിഫലം കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ, നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. കൈ നല്ല മടങ്ങിയിട്ടൊരു നീരുണ്ട്, ചെറുതായിട്ട് നിടിച്ചതാ, കുഴപ്പമില്ല. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഒന്ന് അല്ലാഹുവിനെ പരമേൽപ്പിക്കുന്നതിലൂടെ തവക്കൽതു അലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹനെ പരമേൽപ്പിക്കുന്നവർക്ക് അല്ലാഹു തരുന്ന ഒന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ ഖുർആനാ പറയുന്നത്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് എന്ന് റബ്ബിനെ ഏൽപ്പിക്കുന്നവരുണ്ടല്ലോ. വീടാണെങ്കിലും വാഹനമാണെങ്കിലും കടയാണെങ്കിലും സർവകാര്യങ്ങളും അല്ലാഹുവിനെ പരമേൽപ്പിക്കുന്നവർക്ക് അല്ലാഹു കൊടുക്കുന്ന ഒന്നാമത്തെ പ്രതിഫലം അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, ഫൈദാ അസംതും ഫതവക്കൽ അലല്ലാഹ് ഇന്നല്ലാഹ യുഹിബ്ബുൽ മുതവക്കിലീൻ. അവർക്ക് അല്ലാഹു കൊടുക്കുന്ന ഒന്നാമത്തെ പ്രതിഫലം എന്താ? അല്ലാഹുവിനെ ഏൽപ്പിക്കുന്നവരെ എല്ലാ കാര്യവും താൻ ചെയ്യേണ്ടത് ചെയ്തതിന് ശേഷം അല്ലാഹുവിനെ പരമേൽപ്പിക്കുന്നവർക്ക് അല്ലാഹു കൊടുക്കുന്ന ഒന്നാമത്തെ പ്രതിഫലം അല്ലാഹുവിനെ വരെ വല്ലാത്ത ഇഷ്ടമാണെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. ഈ ലോകത്തിന്റെ അധിപനായ പടച്ചറപ്പിന് വല്ലാത്ത സ്നേഹമാ. അല്ലാഹു ഇഷ്ടപ്പെട്ട ഒരു മനുഷ്യനെ പടച്ചവൻ ഇഷ്ടപ്പെട്ടാൽ അതിനെക്കാലം എന്തേ വേണ്ടത്? ഇതിനെക്കാലം ഇനി ഒരു മനുഷ്യൻ എന്തേ നേടാൻ കഴിയുന്നത്? ഈ പ്രപഞ്ചത്തിന്റെ അധിപനായ അല്ലാഹുവാണ് നമ്മളെ സ്നേഹിച്ചാൽ ആ സ്നേഹം കിട്ടുന്നതിന് വേണ്ടിയല്ലേ, റബ്ബിന്റെ സ്നേഹം കിട്ടാനല്ലേ നമ്മൾ നിസ്കരിക്കുന്നത്, നമ്മൾ ഖുർആൻ ഓതുന്നത്, നമ്മൾ നോമ്പ് പിടിക്കുന്നത്, നമ്മൾ സദഖ കൊടുക്കുന്നത്, നമ്മൾ ദിക്ർ പറയുന്നത്, ഈ പ്രസംഗിക്കുന്നതും ഈ പ്രസംഗം കേൾക്കുന്നതും മൊബൈൽ കയ്യിൽ പിടിച്ചുകൊണ്ട് അല്ലാഹുവിനെ കുറിച്ച് പറയുന്നത് കേൾക്കാൻ കാത്തിരിക്കുന്ന മുസ്ലിമേ, തവക്കൽതു അലല്ലാഹ് എന്ന് പടച്ച റബ്ബിനെ പരമേൽപ്പിക്കുന്ന ഒരു മനുഷ്യർ അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? ഈ ലോകത്തിന്റെ അധിപനായ പടച്ച റബ്ബുണ്ടല്ലോ, ഈ ലോകം മുഴുവനും അടക്കി ഭരിക്കുന്ന രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ സർവാധിനാഥനായ സർവാധിപരനായ ഈ പ്രപഞ്ചത്തിന്റെ അധിപനായ എന്റെയും നിന്റെയും റബ്ബുണ്ടല്ലോ. ആ പടച്ച റബ്ബിനെ നിന്നെ വല്ലാത്ത ഇഷ്ടമാ. അല്ലാഹു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒരാൾ അല്ലാഹു
ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാ പിന്നെ മലക്കുകൾ മുഴുവനും സ്നേഹിക്കുമല്ലോ. അല്ലാഹുവിന്റെ ആകാശ ലോകത്തുള്ള കോടാനി 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 കോടി മലക്കുകൾ മുഴുവനും അല്ലാഹ് ഇഷ്ടപ്പെട്ടവനെ അല്ലാഹുവിന്റെ മലക്കുകൾ ഇഷ്ടപ്പെടുകയാ. മലക്കുകൾ സ്നേഹിച്ചാ പിന്നെ എല്ലാരും സ്നേഹിക്കുമല്ലോ, എല്ലാവരുടെയും സ്നേഹം കിട്ടുമല്ലോ. അതിനെക്കാരും വലിയ എന്ത് നേട്ടമാ? പണം കൊടുത്ത് വാങ്ങാൻ പറ്റില്ലല്ലോ, അധികാരം കൊണ്ട് പറ്റില്ലല്ലോ, വാഗ്ദാനങ്ങൾ കൊണ്ട് പറ്റില്ലല്ലോ. അല്ലാഹുവിന്റെ സ്നേഹം നേടണമെങ്കിൽ പണത്തിന്റെ ചെലവില്ലല്ലോ, കഷ്ടപ്പാടില്ലല്ലോ, ഉറക്കമൊഴിയുണ്ടല്ലോ, യാതൊരു പരിശ്രമവും വേണ്ടല്ലോ. തന്റെ ജീവിതത്തിലെ ദുഃഖമാകട്ടെ, സന്തോഷമാകട്ടെ, രോഗമാകട്ടെ, ദുരിതമാകട്ടെ, പ്രശ്നമാകട്ടെ, പ്രയാസമാകട്ടെ, പ്രതിസന്ധിയാകട്ടെ, തന്റെ ജീവിതത്തിൽ എന്തെല്ലാം കടന്നു വന്നാലും എന്ത് വിഷയമാണെങ്കിലും ഹസ്ബി അല്ലാഹ്, എന്റെ റബ്ബെനിക്ക് മതി, എന്റെ അല്ല എന്റെ കൂടെയുണ്ടല്ലോ, എന്റെ റബ്ബന്റെ കൂടെയുണ്ടല്ലോ. പിന്നെ എന്തിനാ പേടിക്കുന്നത്? പിന്നെ എന്തിനാ പേടിക്കുന്നത്? അതുകൊണ്ട് മുസ്ലിമേ, അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, ഫൈദാ അസംതും ഫതവക്കൽ അലല്ലാഹ് ഇന്നല്ലാഹ യുഹിബ്ബുൽ മുതവക്കിലീൻ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, എന്ത് കാര്യവും അല്ലാഹുവിനെ ആര് പരമേൽപ്പിക്കുന്നുണ്ടോ ആ പരമേൽപ്പിക്കുന്നവൻ അല്ലാഹു കൊടുക്കുന്ന ഒന്നാമത്തെ പ്രതിഫലം അല്ലാഹു അവനെ ഇഷ്ടപ്പെടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ. അവിടെ ഉറങ്ങുവാനോടാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബ് പേടിക്കണ്ട, അല്ലാഹ് നമ്മളെ ഇഷ്ടപ്പെടുന്നുണ്ട്. എന്ത് ചെയ്താലാ? പൈസ കൊടുത്തിട്ടാ ഇല്ല. എന്ത് ചെയ്യണം? എന്ത് ചെയ്യണം? എന്ത് കാര്യം ചെയ്യുമ്പോഴും അൽഹംദുലില്ലാഹ് എന്ത് പറയണം? ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ്. അല്ലാഹനെ ഏൽപ്പിക്ക്. വീട് പണി തുടങ്ങുന്നുണ്ടോ? ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ്. വണ്ടി എടുക്കാൻ പോകുന്നുണ്ടോ? ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ്. പള്ളി കെട്ടാൻ തുടങ്ങിയില്ലേ? ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ്. എന്ത് കാര്യം, കച്ചവടത്തിലേക്ക് പോകുന്നു, ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ്. ബസ് എടുക്കാൻ പോകുന്നു, ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ്. അല്ലാഹനെ ഏൽപ്പിക്ക്, യാതൊരു പേടിയും വേണ്ട. അല്ലാഹു നിന്നെ ഇഷ്ടപ്പെടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ.